ഹലോ ഗൈസ്, അപ്പം ഞങ്ങളെല്ലാം കൂടി ടൂറ് പോവുകയാണ്. എവിടെയെന്നറിയണ്ടേ? തട്ടേക്കാട്. അപ്പം ഞങ്ങൾ പോകണേ തട്ടേക്കാടേക്കാണ്. അവിടെ പോയി എന്താ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങ് പോണേ. അത് രാവിലെ തന്നെ എഴുന്നേറ്റ് പോയിട്ടോ. പക്ഷെ പോണപ്പോൾ ഒത്തിരി ഇവിടെ ആയതുകൊണ്ട് രസമുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എന്താ ഉള്ളതെന്ന് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ടൈമാണ് പോണേ. അപ്പം ഞങ്ങൾ വേറൊരു സ്ഥലമാണ് പ്ലാനിങ്ങിൽ ഇട്ടേച്ച്. അത് കഴിഞ്ഞ് അത് മാറ്റി ഇപ്പം അങ്ങാടാട്ടോ പോണേ. രാവിലെ തന്നെ എഴുന്നേറ്റത് കൊണ്ട് കണ്ണപ്പനൊക്കെ ഉറങ്ങിയിട്ട് വണ്ടിയിലിരുന്ന് ഉറക്കം പിടിച്ച്. പിന്നെ ഇവർ ഉറങ്ങണേ നമുക്ക് നല്ലത്. അവിടെ ചെല്ലുമ്പോഴേക്കും വലിയ കുഴപ്പമുണ്ടല്ലോ. പക്ഷെ ഈ സ്ഥലം അടിപ്പനാട്ടോ. അങ്ങ് കയറിയതും ഫോറസ്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല തണലാട്ടോ. രണ്ട് സൈഡും വലിയ വലിയ മരങ്ങളായതുകൊണ്ട് നല്ല തണലാണ്. ഈ തട്ടേക്കാട് മറ്റേ ഫോറസ്റ്റ് ഏരിയ അല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തണതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാം. ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുപോയിട്ടോ. അപ്പോൾ അവിടെ തന്നെ റോട്ടിലിരുന്ന ഫുഡൊക്കെ കഴിച്ചേ. എവിടെയാ? അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് ഇവർ കാറിന് ചുറ്റിനൊക്കെ ഇരുന്ന് നടക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ആ പാലത്തിനപ്പുറമാണ് ഈ തട്ടേക്കാടെന്ന് പറഞ്ഞ സ്ഥലം. പക്ഷെ ഞങ്ങൾക്കത് അറിയത്തില്ല കേട്ടോ. അപ്പുറത്ത് പോയി ഫുഡ് കഴിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇപ്പറേ ഫുഡ് കഴിച്ചപ്പോൾ ഈ പുഴയും ആ സ്ഥലവും കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ തുള്ളി കളിക്കുകയൊക്കെ ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. വണ്ടി കയറി. ഈ പാലത്തിനപ്പുറമാണ് ഈ സ്ഥലം. പക്ഷെ അടിപ്പ സ്ഥലം കേട്ടോ. കാണാനൊക്കെ നല്ല രസവും നല്ല തണുപ്പാണ്. നമ്മൾ ഈ ഇവിടെ നിന്ന് സിറ്റിയിൽ നിന്നൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സുഖവും മൊത്തത്തിൽ നല്ല തണലും നല്ല തണുപ്പും നല്ല രസമാണ് കാണാൻ. ഇനി എനിക്ക് തോന്നുന്നു അതിന് മാത്രം സാധനങ്ങളൊന്നും തട്ടേക്കാട് കാണാൻ മാത്രമില്ല. പിള്ളേർക്കൊന്നും അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. പക്ഷെ നമുക്ക് പറ്റിയ സ്ഥലമാണ് ഞാൻ പറയാം. വലിയ ആളുകൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ സ്ഥലമാണ് ഇത്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ പിള്ളേർക്ക് വലിയ കാര്യമായിട്ട് അത് അത്ര വലിയ ഇഷ്ടപ്പെടലൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നിറച്ചും കുരങ്ങട്ടോ. കുരങ്ങുകളുടെ സ്ഥലമെന്ന് എനിക്ക് തോന്നുന്നത്. ചെന്നൈയിൽ കുരങ്ങുകളെ മാത്രമേ കണ്ടുള്ളൂ. നിറച്ചും കുരങ്ങുണ്ടായി. പിന്നെ കുറച്ച് നേരം ഞാനും ആ കുരങ്ങിനെയൊക്കെ കളിപ്പിച്ചവിടെ വന്നിട്ട് ഞാൻ കയ്യൊക്കെ വെച്ച് കൊടുത്തേ. പക്ഷെ ഒരെണ്ണം പോലും എന്നെ തൊട്ടില്ല കേട്ടോ. എന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നത് പേടിച്ച് ഓടുക കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു സാധനവും ഇല്ല. ഇത് ബട്ടർഫ്ലൈ പാർക്ക്. അണ്ണനും ബട്ടർഫ്ലൈ പാർക്കല്ല. നമുക്ക് മറ്റേ പാർക്ക് പോവാം. ബട്ടർഫ്ലൈയുടെ സ്വിമ്മിംഗ് പൂള് പോട്ടാ. ബട്ടർഫ്ലൈയുടെ ഇപ്പൊ ചെന്നൈയിൽ അവിടെ കാണാൻ മാത്രം ഉണ്ടെന്ന് പറയാനായിട്ട് ദേ കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടായി. അതും അധികമൊന്നും ഇല്ല കേട്ടോ. കുറച്ചേ ഉള്ളു. പിന്നെ എന്താ കുറച്ച് പാമ്പുണ്ട്, ഒരു മയിലെങ്ങാണ്ടും ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ തട്ടേക്കാട് പക്ഷിസങ്കേതമല്ല. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരു ഇതുപോലെ മ്യൂസിയം പോലെ